എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഷാർജ ഷേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം വേണേൽ നമുക്ക് നിലക്കടല യൂസ് ചെയ്യാവുന്നതാണ്, ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പൂവൻ പഴമോ അല്ലെങ്കിൽ ഞാലിപ്പൂവിൻ്റെ പഴം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് പകരം പാളയൻകോടൻ പോലെയുള്ള പഴങ്ങൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ, കാരണം അതിനൊരു പുളിപ്പുണ്ടാവും, അത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റോ അല്ലെങ്കിൽ ഇതിന് പകരം ഹോർലിക്സോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനപ്പോൾ ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ ഞാനൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ പാല് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ടയാക്കി എടുത്തതാണ്. അപ്പോൾ ഞാൻ ഈ പാല് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു 2.5 കപ്പ് പാലുണ്ടാവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പഞ്ചസാര ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ ഷേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മേലെ കൂടെ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.